ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണി. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം ക്രിസ്മസ് എക്സാമിന് ഇതാ കുറഞ്ഞ സമയങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഈ ഒരു അവസരത്തിൽ ഞാൻ വന്നിട്ടുള്ളത് ഇതുവരെ ഒന്നും പഠിക്കാത്ത, കാര്യമായിട്ട് ഒന്നും തന്നെ പഠിക്കാത്ത ആളുകൾ സോഷ്യൽ സയൻസിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മക്കളെ, അത് വേറൊന്നും അല്ലടാ, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നത് കുറച്ച് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കളെ നിങ്ങൾ നോക്കേണ്ടത് വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തുണ്ടല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ മക്കളെ നോക്കിയോളൂ, ഒന്നാമത്തെ നിങ്ങൾക്ക് നോക്കാം, ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക പഠിച്ചു വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്കറിയാം 3 ഉണ്ട്. അതിലൊന്നാണ് ഇത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മധ്യരേഖ കാലാവസ്ഥാ മേഖല. 10 ഡിഗ്രി വടക്ക്, 10 ഡിഗ്രി തെക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഹോട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ ഉഷ്ണമരുഭൂമികൾ, അത് 20 ഡിഗ്രി ടു 30 ഡിഗ്രി വടക്കോട്ടും തെക്കോട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തത് തുന്ദ്ര റീജിയൻ 66.5 ഡിഗ്രി വടക്ക് ആണ് വരുന്നത്. പിന്നെ അടുത്ത ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആക്ടിവിറ്റിയിൽ ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നിർബന്ധമായിട്ട് അത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ മക്കളെ നോക്കാം, അടുത്തത് ഈസി ആയിട്ട് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും അതാണ് നമ്മൾ നോക്കുന്നത്. അത് മറ്റൊന്നുമല്ല മക്കളെ, ട്രൈബ്സ് ഇൻ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, അതായത് മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങളെ കുറിച്ച് മുൻകാലങ്ങളിലൊക്കെ അവരെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിലുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മക്കളെ അവരെ കുറിച്ചൊന്ന് പഠിച്ചു വെച്ചോളൂ. അപ്പൊ നമുക്ക് ചോദിച്ചോളൂ, ഒന്നാമത് നിങ്ങൾക്കറിയാം പിഗ്മികളാണ്. പിഗ്മികൾ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോങ്കോയിലാണ്. ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് ആര് കാണുന്നത്, പിഗ്മികൾ കാണുന്നത്. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത് നോക്ക്, സെമാങ്കുകളാണ്. സെമാങ്കുകൾ എവിടെയാണ്, മലേഷ്യയിലാണ് സെമാങ്കുകൾ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ കുബു അതുപോലെ ദയാങ്കുകൾ അതെവിടെയാണ്, ഈ പറഞ്ഞ ഇന്തോനേഷ്യയിലാണ്. ഇത് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളാം. അപ്പൊ മക്കളെ ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്തോളാം, ഇത് പഠിച്ചു വെച്ചോളാം. അപ്പൊ നോക്കിക്കോളുക, നിങ്ങൾ നോക്ക്, പിഗ്മികളാണ്. പിഗ്മികൾ എവിടെയാണ്, കോങ്കോ നദീതടത്തിലാണ് കേട്ടോ. പിഗ്മികൾ എവിടെയാണ്, കോങ്കോ നദീതടത്തിലാണ്. പഠിച്ചു വെച്ചോളേ. ഓക്കെ, നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കിക്കോളൂ, ഇതേപോലെ സെമാങ്കുകളാണ്. സെമാങ്കുകൾ എവിടെയാണ്, മലേഷ്യയിലാണ്. സെമാങ്കുകൾ എവിടെയാണ്, മലേഷ്യയിലാണ്. പഠിച്ചു വെച്ചോളാം. അതേപോലെ തന്നെ കുബു അതുപോലെ ദയാക്കുകൾ എവിടെയാണ്, ഇന്തോനേഷ്യയിലാണ് കുബു അതുപോലെ ഇതാണ് ദയാക്കുകൾ ഉള്ളത്. അതും പഠിച്ചു വെച്ചോളാം. അപ്പൊ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു വെച്ചു അല്ലേ. അപ്പൊ ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. അപ്പൊ നിർബന്ധമായിട്ട് ഇതങ്ങ് പഠിച്ചാൽ മതി. ഇതങ്ങ് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഇതിലൂടെ മാച്ച് ദ ഫോളോയിങ്ങോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും. അപ്പൊ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം മക്കളെ, അത് പഠിച്ചു വെച്ചോളാം. ഇനി അടുത്തതാണ്, ഇതുവരെ പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് നേടാവുന്ന അടുത്ത ഭാഗത്തേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ആ ചോദ്യം എന്തെന്ന് വെച്ചാൽ മക്കളെ നിങ്ങൾ നോക്ക്, ഇതുപോലെ നിങ്ങൾക്ക് ആക്ടിവിറ്റിയിൽ ഇതേപോലെ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടത് ഹോട്ട് ഡെസേർട്ട് നിങ്ങൾക്ക് തരും. അതേപോലെ ഇപ്പോഴത്തെ ഭാഗത്ത് പ്രധാനമായിട്ട് കോണ്ടിനെന്റ്സ് തരും. അതായത് ഒരു ഭാഗത്ത് പ്രധാനമായിട്ടുള്ള മരുഭൂമികൾ തരും, ഇപ്പോഴത്തെ ഭാഗത്ത് പ്രധാനപ്പെട്ട വൻകരകൾ തരും. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ വൻകരന്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളാം. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ഭാഗത്ത് ഹോട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും മരുഭൂമികളാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഭാഗത്ത് വൻകരകൾ അല്ലെങ്കിൽ എന്താണ്, ഈ കോണ്ടിനെന്റ്സ് ആണ്. അപ്പൊ അതിൽ ആദ്യം തന്നെ നോക്കേണ്ടത് സഹാറയാണ്. സഹാറ എവിടെയാണ്, ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ കൽഹാരി എവിടെയാണ്, ഈ പറഞ്ഞ ആഫ്രിക്ക തന്നെയാണ്. അപ്പൊ രണ്ടെണ്ണം എവിടെയാണ്, ആഫ്രിക്കയിലാണ്, സഹാറയും കൽഹാരിയും. അതുപോലെ തന്നെ അറേബ്യൻ ഡെസേർട്ട് വരുന്നത് എവിടെയാണ്, ഏഷ്യയിലാണ്. ഇതുപോലെ താർ ഡെസേർട്ട് വരുന്നത് എവിടെയാണ്, ഇതുപോലെ തന്നെ ഏഷ്യയിലാണ്. ഇത് രണ്ടും എവിടെയാണ്, ഏഷ്യയിലാണ്. ഇതുപോലെ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് എവിടെയാണ് വരുന്നത്, ഓസ്ട്രേലിയ. അതൊക്കെ പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ പേര് തന്നെ എന്ത് ചെയ്യും, നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അതുപോലെ തന്നെ അറ്റഗാമ എവിടെയാണ്, സൗത്ത് അമേരിക്കയിലാണ് അറ്റഗാമ അല്ലേ. അതേപോലെ തന്നെ മൊഹാവ് എവിടെയാണ്, നോർത്ത് അമേരിക്കയിലാണ്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്നതൊക്കെ എന്ത് ചെയ്തോളാം, പഠിച്ചു വെച്ചോളാം. അപ്പൊ സഹാറ എവിടെയാണ്, ആഫ്രിക്കയിലാണ്. കലഹാരി ഈ പറയുന്ന ആഫ്രിക്കയിലാണ്. ഇതുപോലെ തന്നെ അറേബ്യയും അതുപോലെ തന്നെ താർ ഡെസേർട്ടും എവിടെയാണ്, ഏഷ്യയിലാണ്. ഇത് രണ്ടും ഏഷ്യയിലാണ്. അതുപോലെ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ എവിടെയാണ്, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലാണ്. നമ്മൾ പഠിച്ചു വെച്ചോളാം. പിന്നെ ഉള്ളത് അറ്റഗാമ എവിടെയാണ്, തെക്കേ അമേരിക്കയാണ്. അതുപോലെ മൊഹേവ് എവിടെയാണ്, വടക്കേ അമേരിക്കയാണ്. അപ്പൊ ഇത് നിർബന്ധമായിട്ട് മക്കളെ പഠിച്ചു വെച്ചോളാം. ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു പാട്ടിന്റെ രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ നമുക്കുണ്ട്. അതൊക്കെ സിമ്പിൾ ആയിട്ട് കോഡുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും വെച്ചാൽ നമുക്ക് ഇന്ന് വൈകുന്നേരം നടക്കുന്ന ലൈവിനകത്ത് എന്ത് ചെയ്യും നമ്മൾ പറയൂ കേട്ടോ. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങളെ ലൈവിനകത്ത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഇനി മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതുവരെ പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് നേടാവുന്ന അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ഇനി ഞാൻ പോകുന്നത്. അത് മക്കളെ വേറൊന്നും അല്ലടാ, നിങ്ങൾ നോക്കി, ഇൻഹാബിറ്റൻസ് അല്ലെങ്കിൽ തദ്ദേശീയരാണ്. അതായത് ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട തദ്ദേശീയരും അടുത്ത ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ അവരുടെ ഡെസേർട്ടുകളാണ്, അവർ താമസിക്കുന്ന ഡെസേർട്ടുകളാണ്. അതായത് മരുഭൂമി പ്രദേശത്തുള്ള തദ്ദേശീയവാസികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ നോക്ക്, ഈ പറഞ്ഞ ബുഷ്മൻ ആണ്. ബുഷ്മൻ വരുന്നത് എവിടെയാണ്, ഈ പറഞ്ഞ കൽഹാരിയിലാണ് ആര് വരുന്നത്, ബുഷ്മൻ വരുന്നത്. ബുഷ്മന്റെ താമസിക്കുന്ന എവിടെയാണ്, കൽഹാരിയിലാണ് ആര് വരുന്നത്, ബുഷ്മൻ വരുന്നത്. അതേപോലെ തന്നെ ത്വാറങ്കുകളുണ്ട്. ത്വാറങ്കുകൾ ഏതാണ്, വെസ്റ്റ് സഹാറയിലാണ്, വെസ്റ്റേൺ സഹാറ അല്ലെങ്കിൽ പശ്ചിമ സഹാറയിലാണ് ത്വാറങ്കുകൾ ഉള്ളത്. അതേപോലെ തന്നെ ബെഡോയിനുകളുണ്ട്. ബെഡോയിനുകൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അറേബ്യയിലാണ്
ആരുള്ളത്? ബെഡോയിനുകൾ ഉള്ളത് അറേബ്യയിലാണ്. അപ്പൊ മക്കളെ ഇത് പഠിച്ചു വെച്ചോളി. കാരണം ഉറപ്പാണ് ഇങ്ങനെ ഈ ചോദ്യം എന്തായാലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ടോ നിർബന്ധമായിട്ട് മക്കളെ നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ ഇതൊക്കെ റെഡി അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു 3-4 ചോദ്യങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇതുവരെ പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം നമുക്ക് ലാസ്റ്റ് ടൈമാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക, മാക്സിമം മക്കളെ എന്ത് ചെയ്യുക, അതൊക്കെ തന്നെ പഠിക്കാം. സോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യണം. അത് കൂടാതെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഇതുപോലെ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈവും അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്ററും നിർബന്ധമായും കാണുക. അടിച്ച് പൊളിച്ച് ഉഷാറായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിനകത്ത് ഫുൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് വാങ്ങണം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. സോ ബൈ.